വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാട്ടക്കരിമ്പ് റീഗൽ എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. കൃഷിയിടത്തിലിറങ്ങി 8ഓളം വരുന്ന ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങാതെ എസ്റ്റേറ്റ് പരിധിക്കുള്ളിൽ തന്നെ തമ്പടിച്ചതോടെ ജോലിക്കാരും പ്രയാസത്തിലായി. ദുർഘട മേഖലയിലുള്ള ആദിവാസി നഗരങ്ങളിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ കേരളം പദ്ധതി മുഖേന അനുവദിച്ച ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാർ പുഴയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമാണ് കാർ പുഴയിലേക്ക് വീണ് അപകടമുണ്ടായത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജനറൽ സർജറി വിഭാഗത്തിൽ പുതിയ തസ്തിക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. ജൂനിയർ കൺസൾട്ടന്റ് സർജറി തസ്തികയിൽ ഡോക്ടർ അബ്ദുൽ റഹീം കപൂറിനെ നിയമിച്ചു. ഏറനാട് മണ്ഡലത്തിലെ പനമ്പിലാവ് പാലത്തിന്റെ പുനർനിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. 2016-ൽ LDF സർക്കാർ വന്നതിന് ശേഷം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നടന്നത് മാജിക് ആണെന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. പാട്ടക്കരിമ്പ് റീഗൽ എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. കൃഷിയിടത്തിൽ ഇറങ്ങി 8ഓളം വരുന്ന ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങാതെ എസ്റ്റേറ്റ് പരിധിക്കുള്ളിൽ തന്നെ തമ്പടിച്ചതോടെ ജോലിക്കാരും പ്രയാസത്തിലായി. തൊഴിലാളികൾക്ക് ഭീഷണിയായ സാഹചര്യത്തിൽ എസ്റ്റേറ്റിൽ മാനേജർ AV അനിപ്രസാദ് RRT സംഘത്തെ വിവരം അറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തിരിച്ചയച്ചത്. തോട്ടത്തിൽ തങ്ങിയ ആനക്കൂട്ടം വ്യാപക നാശനഷ്ടമാണ് വരുത്തിയത്. പല ദിവസങ്ങളിലായി ഏകദേശം 600 കമുക് മരങ്ങളും 400 റബ്ബർ മരങ്ങളുടെ തൊലിയും വലിച്ചു കീറിയതായി എസ്റ്റേറ്റ് ഉടമ അറിയിച്ചു. ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് പ്രദേശത്ത് പതിവ് സംഭവമായി മാറിയതായി നാട്ടുകാർ പറയുന്നു. സംഭവങ്ങൾ കർഷകരെയും തൊഴിലാളികളെയും ഭീതിയിലാഴ്ത്തുകയാണ്. കാട്ടാന ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുവാൻ വനം വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കാട്ടാനകളെ തുരത്തുന്നതിനായി സൗരോർജ്ജ വേലികൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ദുർഘട മേഖലയിലുള്ള ആദിവാസി നഗരികളിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ കേരളം പദ്ധതി മുഖേന അനുവദിച്ച ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. PK ബഷീർ MLA കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ദുർഘട മേഖലയിലുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപർപ്പസ് സെന്റർ ഇന്ന് ഇവിടെ മലപ്പുറത്ത് ചാലിയാർ പഞ്ചായത്തിൽ ആരംഭിക്കുകയാണ്. ട്രൈബൽ ഹബ്ബ് കെട്ടിടം 67 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വാർഡുകളിൽ 3-4 വാർഡുകൾ ചേരുന്നിടത്ത് നമ്മൾ 2023 ആരംഭിച്ചിരുന്നു. ഇത് കുറേയേറെ ഗ്യാപ്പുകൾ, ഇത്തരത്തിലുള്ള ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉള്ള ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും നല്ല നിലയിൽ ട്രൈബൽ വിഭാഗത്തിൽ ട്രൈബൽ മേഖലയിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസമാകും, സഹായകരമാകും. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്ററാണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ വാളാംതോട് ട്രൈബൽ ഹബ്ബ് കെട്ടിടം. 67.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വെയിറ്റിംഗ് റൂം, പരിശോധനാ മുറി, IUD മുറി, പ്രതിരോധ കുത്തിവയ്പ് മുറി എന്നീ സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. PK ബഷീർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അനുശ്രീ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മഞ്ജു അനിൽ, അനീഷ് അഗസ്റ്റിൻ, അച്ചാമ ജോസഫ്, വിവിധ വാർഡ് മെമ്പർമാർ, മലപ്പുറം ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ, ആർദ്രം നോഡൽ ഓഫീസർ KK പ്രവീണ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E ആയിഷക്കുട്ടി,
വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച KHRWS ഏജൻസി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രജിഷ, കോൺട്രാക്ടർ AV ബൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാർ പുഴയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമാണ് കാർ പുഴയിലേക്ക് വീണ് അപകടമുണ്ടായത്. കുളപ്പാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് പതിച്ചത്. അപകട സമയത്ത് ഡ്രൈവർ ഉൾപ്പെടെ 3 യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത്. കാർ പുഴയിലേക്ക് വീണ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ രക്ഷാപ്രവർത്തനം നടത്തി. യുവാക്കളുടെ ഇടപെടൽ മൂലം കാറിലുണ്ടായിരുന്ന 3 പേരും പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുഴയിൽ വീണ കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്കുയർത്തി. രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജനറൽ സർജറി വിഭാഗത്തിൽ പുതിയ തസ്തിക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. ജൂനിയർ കൺസൾട്ടന്റ് സർജറി തസ്തികയിൽ ഡോക്ടർ അബ്ദുറഹീം കപൂറിനെ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവിറങ്ങിയത്. പുതിയ സർജന്റെ സേവനം ലഭ്യമാകുന്നതോടെ ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാകും. നിലവിൽ സൂപ്രണ്ട് ഉൾപ്പെടെ 36 സ്ഥിരം തസ്തികകളും NHM വഴിയുള്ള 7 ഡോക്ടർമാരും ഉൾപ്പെടെ 43 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭ്യമാക്കുന്നത്. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഓർത്തോപീഡിക്സ്, ENT, ഓഫ്തൽമോളജി, റേഡിയോളജി തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിലെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന കാത്ത് ലാബിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാർഡിയോളജിസ്റ്റ് തസ്തിക അനുവദിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കുവാൻ ഫോറൻസിക് സർജന്റെ സേവനം ലഭ്യമാക്കുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. 1.5 കോടി രൂപ ചെലവിൽ സജ്ജമാക്കിയ ലാബും 2.8 കോടി രൂപയുടെ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററും ആശുപത്രിയുടെ മുഖഛായ മാറ്റിയിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 2000-ഓളം OP രോഗികളും 200-ഓളം ഇൻപേഷ്യൻസും ഇവിടെ ചികിത്സ തേടുന്നു. മാസത്തിൽ 200-ഓളം പ്രസവങ്ങളും പ്രതിദിനം 60-ഓളം ഡയാലിസിസുകളും നടക്കുന്നുണ്ട്. 9 വെന്റിലേറ്റർ ബെഡുകളുള്ള ICU, സ്ട്രോക്ക് യൂണിറ്റ്, 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബ്ലഡ് ബാങ്ക് എന്നിവയും സജ്ജമാണ്. ആദിവാസി മേഖലയിലുള്ളവരും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുള്ളവരും ഉൾപ്പെടെയുള്ള 100 കണക്കിന് സാധാരണക്കാർക്ക് ഈ പുതിയ നിയമനം വലിയ ആശ്വാസമാകും. ഏറനാട് മണ്ഡലത്തിലെ പനമ്പിലാവ് പാലത്തിന്റെ പുനർനിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. 2016-ൽ LDF സർക്കാർ വന്നതിന് ശേഷം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നടന്നത് മാജിക് ആണെന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. 2016-ൽ LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016-ൽ LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു. നേരത്തെ ഭരിച്ച UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. മേൽപ്പാലങ്ങളുടെയും റോഡുകളുടെയും വികസനത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങൾക്കറിയാം. ദേശീയ ഹൈവേ വികാസത്തിന് വേണ്ടി 5550 കോടി സർക്കാർ ചെലവഴിച്ചു. മലയോര ജനതയുടെ സ്വപ്നമായ മലയോര ഹൈവേ 1600 കിലോമീറ്റർ പിന്നിട്ടു. കിഫ്ബിൻ അവാർഡ്, റീബിൽഡ് കേരള എന്നീ പദ്ധതികളിലൂടെ 3500 കോടിയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികളാണ് സർക്കാർ നടത്തിയത്. കേരളത്തിലെ റോഡ് വികസനം ലോകം അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു. ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച കാലമാണിത്. ടൂറിസം മേഖലയിൽ സർക്കാർ റെസ്റ്റ് ഹൌസിലെ ഓൺലൈൻ ബുക്കിംഗ് മുഖേന 32 കോടിയിലധികം രൂപ വരുമാനം ലഭിച്ചു. കിഫ്ബി ഫണ്ട് മുഖേന PWDയിൽ 528 പദ്ധതികൾക്ക് 46,145 കോടി രൂപ ചെലവഴിച്ചെന്നും 30 കൊല്ലത്തിന് ശേഷം പ്രാവർത്തികമാവേണ്ട പദ്ധതികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറനാട് മണ്ഡലം MLA PK ബഷീർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നിലവിൽ 1 മീറ്റർ വീതിയും 22 മീറ്റർ നീളവുമുള്ള ഈ പാലം 5 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. പുതിയ പാലത്തിന്റെ നീളം 39.90 മീറ്ററും വീതി 11 മീറ്ററും ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ കാൽനടപ്പാതയോടുകൂടി 7.50 മീറ്റർ കാരേജ് വേയും നൽകിയാണ് പുതിയ പാലം വിഭാവനം ചെയ്തിട്ടുള്ളത്. MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആയിഷ, ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ,
കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ, അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CT അബ്ദുറഹ്മാൻ, ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസ്സി സണ്ണി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ ടോം, മെമ്പർമാരായ ഷിജു ആന്റണി, ദീപ്തി ബോസ്, സന്തോഷ് സെബാസ്റ്റ്യൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പാലക്കാട് പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നോമ്പു തുറക്കാൻ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്ത യാത്രക്കാർ, കച്ചവടക്കാർ എന്നിവർക്ക് നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന SYS നിലമ്പൂർ സോൺ കമ്മിറ്റിയുടെ ഇഫ്താർ ഖൈമകൾക്ക് തുടക്കമായി. പദ്ധതിയുടെ സോൺ തല ഉദ്ഘാടനം നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് MLA നിർവഹിച്ചു. നിലമ്പൂർ, എടവണ്ണ, പൂക്കോട്ടുംപാടം എന്നിവിടങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന ഇഫ്താർ ഖൈമകളിലൂടെ ദിവസവും 500ഓളം പേർക്ക് നോമ്പുതുറ ഒരുക്കും. സഫ്വാൻ അസ്ഹരി, ഷിഹാബ് സഖാഫി, ജലീൽ കരിമ്പുഴ, ഉവൈസ് സഖാഫി, റഫീഖ് കരിമ്പുഴ, ഷമീർ അലി സഖാഫി എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എടക്കര ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ SC വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഉള്ള ജനന പദ്ധതി മൂത്തേടം പഞ്ചായത്തിലെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജസ്മൽ പുതിയറ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോസമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഡയറക്ടർ അനിൽ K. എബ്രഹാം സ്വാഗതവും പദ്ധതി അവതരണവും നടത്തി. മെമ്പർമാരായ മൈമൂന ഉബർ ബുണ്ടയിൽ, മുത്തേടം ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ നാസർ എന്നിവർ ആശംസകൾ നേർന്നു. ഫാർമസിസ്റ്റ് ആതിര, യോഗ ഡെമോൺസ്ട്രേറ്റർ ജൌഹറ, ഷാഹിന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ പഞ്ചായത്തിലെ ആശാ വർക്കർമാരും ഗർഭിണികളും അമ്മമാരും പങ്കെടുത്തു. കേരള NGO യൂണിയൻ കലാകായിക സമിതി ജ്വാലയുടെ നേതൃത്വത്തിൽ കേരളം തുടരും മാനവിക കലാജാഥയ്ക്ക് തുടക്കമായി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത്. ഈ കാലത്ത് പ്രതിരോധത്തിന്റെ പടച്ചട്ടയണിഞ്ഞുകൊണ്ട് ഓരോ മലയാളിയും പ്രതിരോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് കേരളത്തെ ഏതു വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫെഡറൽ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കേണ്ട ഒരു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെ കൃത്യമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ സമരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിന്റെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ നാനാ മേഖലകളും സമത്വ മേഖലകളിലും മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ എന്ന നിലയ്ക്ക് ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് പറയാൻ, ഏറ്റവും ആധികാരികമായി പറയാൻ അവകാശമുള്ള ഒരു കൂട്ടർ എന്ന നിലയ്ക്ക് ഇതിവിടെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കർത്തവ്യം. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. വിജയകുമാർ, ജാഥ ക്യാപ്റ്റൻ K. ദീപ, ജാഥ മാനേജർ K. ഉമേഷ്, സ്വാഗത സംഘം ചെയർമാനും KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ K. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വണ്ടൂരിലും മഞ്ചേരിയിലും സ്വീകരണം ഏറ്റുവാങ്ങുന്ന ജാഥ പെരിന്തൽമണ്ണയിലാണ് സമാപിക്കുക. മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡോക്ടർ PP അബ്ദുൾ റസാഖ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. 3 ദിവസങ്ങളിലായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ജാഥ പര്യടനം നടത്തും. മമ്പാട് പഞ്ചായത്ത് വയോജന ക്ലബ്ബ് വയോജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന സ്പെഷ്യൽ വയോജന ഗ്രാമസഭയിൽ പ്രസിഡന്റ് കൊടുത്ത വാക്കാണ് പാലിച്ചത്. പരിപാടിയിൽ നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അവിസന്ന സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഷാജി നന്ദിയും പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, വയോജന കമ്മിറ്റി ഭാരവാഹികളായ ഖൈറുമാഷ്, ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ ERF ടീം രക്ഷപ്പെടുത്തി. പുളിക്കലോടി ബദാനിയ കോൺവെന്റിന് സമീപം നാസറിന്റെ കോഴി ഫാമിലാണ് പാമ്പിനെ കണ്ടത്. കോഴി ഫാമിന്റെ സൈഡിൽ കെട്ടിയിരുന്ന വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ കണ്ട ഫാം ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ERF അംഗവും സ്നേക് റെസ്ക്യൂവറുമായ മജീദ് എത്തി മൂർഖനെ പുറത്തെടുത്ത് RRTക്ക് കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.